എന്തായാലും CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആ CCTV ദൃശ്യം ഒന്ന്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യണോ വേണ്ടതെന്ന് ആദ്യം ആലോചിച്ചു. മമ്മിയൊക്കെ പറഞ്ഞു ഇനി ചെയ്യണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു മമ്മി ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കും. ഇനി ഇതുപോലെ ഒരുന്ന് ഇനി ഭൂമിയിൽ ഉണ്ടാവരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ തെറി പറയുമോ എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഞാൻ കൈവിട്ട് പോയി ചിലപ്പോൾ തെറി പറഞ്ഞു പോയിന്ന് വരാം. എന്നോട് ക്ഷമിക്കണം. ആദ്യമായിട്ട് നമ്മുടെ കേരള ന്യൂസ് ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ ഏഷ്യാനെറ്റ് ന്യൂസ്, അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ഏഷ്യാനെറ്റ് ന്യൂസ് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, നമുക്കത് കണ്ടു നോക്കാം. ഓക്കെ, ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു വീഡിയോ പുറത്തുവിട്ടുണ്ട്. അതായത് പ്രതി ഒളിവിലാണ്, അതായത് ലവൾ ഒളിച്ചോടി. നമുക്ക് ആ വീഡിയോ ആദ്യം കണ്ടു നോക്കാം. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഉണ്ടായ അധിക്ഷേപത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ യുവതി ഒളിവിലെന്ന സൂചന. വടകര സ്വദേശി ഷിംജിതയാണ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയത്. ഇവരെ അറസ്റ്റ് ചെയ്യാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് നീക്കം തുടങ്ങിയിരുന്നു. സ്വകാര്യ ബസ്സിലെ ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഷിംജിതയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. PL കിരൺ ആണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. കിരൺ, ദീപകിന്റെ ആത്മഹത്യക്ക് പിന്നാലെ വലിയ വിവാദമുണ്ടായ ഒരു സംഗതിയാണ് ഇപ്പോൾ ആ എനിക്ക് ചോദിക്കാനുള്ളത്, അതായത് ഇവളെ സപ്പോർട്ട് ചെയ്തു വന്ന ഒരുപാട് പേരുണ്ട്. അവനാണ് തെറ്റുകാരൻ എന്ന് പറഞ്ഞു വന്ന കുറേ അവൾമാരും അവന്മാരുമുണ്ട്. അവരോടാണ് എൻ്റെ ചോദ്യം. എവിടെ അവൾ? എങ്ങോട്ടാണ് ഒളിച്ചോടിയത്? എങ്ങോട്ട് ഒളിച്ചോടി എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് പറയേണ്ടി വരും. എന്തിന് ഒളിച്ചോടി, എന്തിനാണ് അവൾ ഒളിച്ചോടി എന്നുള്ളതിന്റെ വ്യക്തമായ കാര്യവും നിങ്ങൾ ഇതിനകത്ത് പറയേണ്ടി വരും. മനസ്സിലായില്ലേ? അതായത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എന്തിനു ഒളിച്ചോടണം? ഞാൻ എന്തിനു ഒളിച്ചിരിക്കണം? അവൾ അവളുടെ മൊഴിയിലും അവൾ പറഞ്ഞ കാര്യത്തിലും അവൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് അവൾ ഒളിച്ചോടുന്നത്? അറിയാൻ വരേണ്ടി വയ്ക്കുക. ഈ അറക്കലിനോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പ്രതികരിക്കേണ്ട പല കാര്യങ്ങളും നിങ്ങൾ പ്രതികരിക്കാതെ ആണുങ്ങൾ തെറ്റുകാരെന്ന രീതിയിലുള്ള നിങ്ങളുടെ സംസാരം, ആണുങ്ങൾ തെറ്റ് ചെയ്തില്ല എന്നല്ല, ഇതുപോലെ പെണ്ണുങ്ങൾ തെറ്റ് ചെയ്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന നിങ്ങളുടെ രീതി നിർത്തിക്കോ. നാണക്കേടാ, വെറും നാണക്കേടാ. നിങ്ങൾ നാണം കെട്ട ജനമാണെന്നറിയാം, എന്നാലും പറയാം, ഇനിയെങ്കിലും മാറി ചിന്തിക്കാൻ ശ്രമിക്കുക. കേട്ടല്ലോ? ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതിന് പുറകന്മേ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. വേറൊരു പെൺകുട്ടിക്ക് സംഭവിച്ചൊരു കാര്യം ആരും ചർച്ച ചെയ്യുന്നൊന്നുമില്ല. ആ പെൺകുട്ടി ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവളെ വിളിച്ച് മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഒരുത്തൻ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക. അല്ലാതെ ഇവിടെ ഒരുത്തി തെറ്റ് ചെയ്തിട്ട് അവളെ ന്യായീകരിക്കാൻ നിൽക്കാതെ, തെറ്റ് ചെയ്ത ഒരുത്തനുണ്ട് അവനെ പോയി പിടിക്കാൻ നോക്കുക. അല്ലാതെ ഒന്നും ചെയ്യാത്ത ഒരുത്തനെ പിടിച്ച് ക്രൂശി കയറ്റുന്നത് നല്ലതല്ല. പണ്ടോ ക്രൂശി കയറ്റാറുണ്ട്, ഇപ്പോഴെങ്കിലും ക്രൂശി കയറ്റത് നിർത്ത്. അതാ നിങ്ങൾക്ക് നല്ലത്. ഇപ്പൊ എന്തായാലും നമ്മുടെ പൊന്നുമോള് ഒളിവിലാണ്. അവളെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങള് പുറത്ത് കേൾക്കുമ്പോൾ ഇത്രയ്ക്കും ഒരു വൃത്തികെട്ട ജന്തുവിന്റെ കയ്യിലാണ് ദൈവക്കെട്ട നിങ്ങൾ പോയി പെട്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്തെന്ന് ഓർക്കുമ്പോൾ വിഷമമുണ്ട്, വളരെയധികം ദുഃഖമുണ്ട്. നിങ്ങൾ ആത്മഹത്യ ചെയ്യണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവളെ പച്ചയ്ക്ക് കീറുന്നത് നിങ്ങൾക്ക് കാണായിരുന്നു. അത് കാണാൻ നിങ്ങൾ ഇല്ലാതായി പോയതിൽ ഒരുപാട് വിഷമമുണ്ട്. എന്താ നോക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ CCTV ദൃശ്യങ്ങൾ, ബസ്സിലെ CCTV ദൃശ്യം പുറത്തു വിട്ടിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. എന്താണ് സംഭവം എന്നൊന്ന് കണ്ടിട്ട് വരാം. അതായത് ഇതാണ്ട് ഈ ആരോ മാർക്കറ്റ് ഇതാ ആ ഷിംജിത പിശാചി കേറിപ്പോന്ന് നിങ്ങൾ കാണാലോ. ഇതാ കേറി അവൾ ഈ മൂലയിൽ വന്ന് നിൽപ്പുണ്ട്. ഈ മൂലയിൽ ഈ സൈഡിൽ വന്ന് നിൽപ്പുണ്ട്. ഓക്കെ, നല്ല തിരക്കാണ്, നല്ല ടൈറ്റ് ആണ് വണ്ടി. അതായത് നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല റഷായിട്ട് നല്ല തിക്കി നിൽക്കുന്ന ഇതാണ്. ഓക്കെ, ബാഗ് എടുത്ത് മാറ്റി സൈഡിലേക്ക് ആക്കുന്ന പെൺകുട്ടിയെ കാണാം. ഈ പെൺകുട്ടിയിൽ ഏതൊരു ഒരു പെൺകുട്ടിക്കാണ് അവള് പറഞ്ഞത് വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടായെന്നറിയാം. ഓക്കെ, ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും, ഈ പെൺകുട്ടി ആയിക്കോട്ടെ, ഈ മുമ്പിലെ ചേച്ചി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഈ പറയുന്ന സംഭവം നടക്കുന്ന സമയം നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഈ വീഡിയോ ആരെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യോ, ഇല്ലെങ്കിൽ കാണുന്ന ആളുമായിട്ട് കോണ്ടാക്ടെങ്കിലും ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കണം.
അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കേട്ടല്ലോ? കാരണം ഇനിയും ഇതുപോലുള്ളവരുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിച്ച് കാല് പിടിച്ച് പറയാണ്. ഇപ്പൊ വേണ്ട നമ്മുടെ ദീപക്കേട്ടൻ പയ്യെ കയറുന്നുണ്ട്. ദീപക്കേട്ടൻ പതുക്കെ പിടിച്ച് കയറുന്നുണ്ട്. ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ പിടിച്ച് പതുക്കെ കയറുന്നത്. നല്ല തിക്കും തിരക്കുമാണ്. ഓക്കെ, പുള്ളി കയറി പുറകോട്ട് പോകുന്നുണ്ട്, ആരെയും ഡിസ്റ്റർബ് ചെയ്യാണ്ട്. ഇതാണ് CCTV ദൃശ്യം എന്നുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും, അല്ലെങ്കിൽ ആരെങ്കിലും വീഡിയോ ഇതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക, പരമാവധി ഷെയർ ചെയ്ത് ഈ ബസ്സിൽ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽബിൻ മനോജ് എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് കമൻ്റ് ഇടാം. ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആർക്കെങ്കിലും ഈ ബസ്സിൽ പോയ പയ്യന്നൂർ ഭാഗത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ പയ്യന്നൂർ ബസ്, ആ ബസ്സിലുണ്ടായിരുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഒളിച്ചിരിക്കരുത്. നിങ്ങൾ പുറത്തു വരണം. പുറത്തു വന്ന് സത്യമായിട്ട് നിങ്ങൾ പറയണം. അവൾ ചെയ്ത തെറ്റിന് അവൾക്ക് ശിക്ഷ ലഭിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും പുറത്തു വരണം. അവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഫെമിനിസ്റ്റുകളോട് പറയുന്നത്, നിങ്ങൾ വെറുതെ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇനിയും നാണം കെട്ട് സത്യസന്ധമായി വരുന്ന കേസുകൾ, പെൺകുട്ടികൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ, സത്യസന്ധമായി വരുന്ന കാര്യത്തെ നിങ്ങൾ അടിച്ച് താത്താൻ പോവാണ്. അതുകൊണ്ട് അതുണ്ടാകാതിരിക്കാൻ വേണ്ടി പറയാണ്. ഇവളെ പോലെയുള്ള പിശാചുകളെ സപ്പോർട്ട് ചെയ്യരുത്. ഇത് മാത്രം എനിക്ക് പറയാനുള്ളൂ. ദീപക്കേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയെ വലിച്ചേറി ഒട്ടിക്കാൻ വേണ്ടി കുറെ എണ്ണങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ അറക്കൽ ചേച്ചിയൊക്കെ അതിന് ഭയങ്കര കഷ്ടപ്പെട്ട് എന്താ പറയാ, ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും കഷ്ടപ്പെട്ട് ഇടുന്നുണ്ട്. എന്താണെന്നറിയില്ല, എന്താവും നമുക്ക് നോക്കാം. നമ്മുടെ ശ്രീലക്ഷ്മി ചേച്ചി ആരൊക്കെ ഇടുന്ന സ്റ്റോറികൾ തന്റെ സ്റ്റോറി ആക്കിയിട്ടിടുന്നുണ്ട്. സ്ത്രീകളെല്ലാം റീച്ചിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. KSRTCയിൽ നിന്ന് 2-3 തവണ സവാദിനെ പൊക്കിയിട്ടും ഇപ്പോഴും മസ്താനി അല്പം റിവീലിംഗ് വസ്ത്രം ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടാൽ അതിന് താഴെ വരുന്ന അശ്ലീല സൈബർ പുള്ളിംഗ് കമന്റുകളാണോ നിങ്ങൾ പറയുന്ന റീച്ച്? വീഡിയോ പിടിക്കാതെ ലീഗലി പോയിക്കൂടെ ഇവർക്ക്? തെളിവുണ്ടേൽ ഒന്നും നടക്കില്ല. അപ്പോഴാ തെളിവില്ലാതെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശ്രീ അറക്കൽ ചേച്ചി, അറപ്പുള്ള ചേച്ചി, ഒരു കാര്യം ചോദിച്ചോട്ടെ. സവാദ് എവിടെ കിടക്കുന്നു? ദീപക്കേട്ടൻ എവിടെ കിടക്കുന്നു? ദീപക്കേട്ടൻ്റെ അടുത്ത് പൂർണ്ണമായ ന്യായമുണ്ടെന്ന് നിങ്ങൾക്കും അറിയാം. ഈ കേരളത്തിലുള്ള തന്തയ്ക്ക് പറഞ്ഞ എല്ലാവർക്കും അറിയാം. ചില തന്തയ്ക്ക് പിറക്കാത്തവർക്ക് അത് അറിയത്തില്ല. അതിന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നല്ല തന്തയ്ക്ക് ജനിച്ചാലല്ലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. സോ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ ശ്രീലക്ഷ്മി ചേച്ചി സ്റ്റോറി ഇട്ടപ്പോൾ ഞാൻ പോയപ്പം കണ്ടത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടേ. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ചേച്ചിക്ക് പറയാനുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് ആ വീഡിയോ എന്താന്നുള്ളത് കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം. പിന്നെ ഒരാളുടെ ആത്മഹത്യ എന്ന് പറയുന്നത് വേറൊരാളെ സൈബർ ബുള്ളി ചെയ്യാനുള്ള ടൂൾ ആവരുത്. ഇനി ആ പെൺകുട്ടിക്കെതിരെ ഇതുപോലെ സൈബർ ആക്രമണം നടക്കുമ്പോൾ ഇനി ഇതുപോലെ ഒരു പെണ്ണ് പ്രതികരിക്കാൻ വേണ്ടി മടിക്കും. ചേച്ചി, പെണ്ണ് പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം. അല്ലാതെ വീഡിയോ എടുത്ത് തൊലിച്ചിറങ്ങി വരുമ്പോൾ ഒന്ന് ആലോചിക്കണം. നിങ്ങൾ തെളിവിന് വേണ്ടി വീഡിയോ എടുത്തോ. വീഡിയോ എടുക്കുമ്പോൾ അത് സത്യസന്ധമാണെന്ന് തെളിയുന്ന രീതിയിലുള്ള വീഡിയോ ആയിരിക്കണം. അല്ലാതെ റീച്ചിന് വേണ്ടി വീഡിയോ എടുത്തിട്ട് ഒരാളെ കൊന്നിട്ട് നിങ്ങൾ ഇവിടെ വന്ന് ന്യായം പറഞ്ഞ, നിങ്ങൾ തൊലിഞ്ഞ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരുത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സപ്പോർട്ട് ചെയ്യണം. വേറൊരു പെൺകുട്ടി ഉണ്ട്, ഞാൻ വേണേൽ വീഡിയോ അയച്ചു തരാം. അവളെ പോയിട്ട് സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ നിങ്ങൾ വന്നിട്ട് ഇവിടെ കടന്നിട്ട് കോണ അടിക്കുകയല്ല വേണ്ടത്. ഒരു തെറ്റുകാരി ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റിനെ തെറ്റെന്ന് പറയാനുള്ള ചങ്കൂറ്റം വേണം. അതിന് നല്ല തന്തയ്ക്ക് പറക്കണം. നമ്മൾ കണ്ടോക്കാം ബാക്കി. നാളെ ഇത് നമുക്ക് വേണ്ടിയല്ല പറയുന്നത്, നമ്മളെല്ലാവർക്കും വേണ്ടിയാ പറയുന്നത്. നാളെ എല്ലാരും യാത്ര ചെയ്യാനുള്ള ഒരു അവസ്ഥ. ഇപ്പൊ വീഡിയോ ചെയ്തോണ്ട് അതെ ചേച്ചി, നാളെ ഞാനും എന്റെ തന്തയും ഇല്ലെങ്കിൽ എന്റെ മക്കളും ഇല്ലെങ്കിൽ വരാൻ പോകുന്ന ഇല്ലെങ്കിൽ വേറൊരു ആളുടെ ആയിക്കോട്ടെ, ആരുടെ മക്കളായാലും മകനായാലും അച്ഛനായാലും സഹോദരനായാലും നാളെ ബസ്സിൽ പോകേണ്ടതാണ്. ഇവൻ സഹോദരി ആയാലും നാളെ ഞങ്ങൾക്ക് ഈ ഇത് വരില്ല എന്ന് എന്തുറപ്പാണുള്ളത്? സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് ഇവിടെ ജീവിക്കണം. നിങ്ങൾ വലിയ കാര്യത്തിൽ നിങ്ങൾ ഡയലോഗ് അടിക്കാൻ നിൽക്കരുത്. അവൾ ചെയ്ത തെറ്റിനെ നിങ്ങൾ ന്യായീകരിക്കാനും നിൽക്കരുത്. നിങ്ങൾക്കത് നല്ലതല്ല. ന്യായീകരിച്ചോ, തെറ്റിനെ തെറ്റായി കണ്ടിട്ട് ന്യായീകരിക്കണം. അല്ലാതെ ചുമ്മാ കോണ അടിച്ചിട്ട് കാര്യമില്ല.
യൂട്യൂബേഴ്സ് എന്താ ചെയ്തിരിക്കുന്നത്, ഇവൾക്ക് തന്തയില്ല, ഇവള് വെടിയാണ്, ഇവള് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വീഡിയോ ചെയ്ത് ഇതുപോലെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഞങ്ങളാണോ വെടിയാണെന്ന് പറയാനുള്ള കാരണം ഉണ്ടാക്കി വെച്ചത്? നിങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ മറ്റേ കളങ്കാവിൽ മൂവി കണ്ടപ്പോ എന്റെ തന്ത അവിടെ പോയി വെടി വെക്കും, ഇവിടെ പോയി ഉണ്ടാക്കും, ഞാൻ അങ്ങനെ ഉണ്ടായതാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ഒന്ന് കൊണയടിക്കരുത്. ിക്കുക ചെയ്യുന്നത്. അപ്പൊ അത് സൈബർ ബുള്ളിങ് അല്ലേ? നിങ്ങളും അവർ തമ്മിൽ എന്താ വ്യത്യാസം? പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനെ വിമർശിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് വെടി എന്ന് പറയുന്നു? ഞാൻ എവിടെയെങ്കിലും പൈസ മേടിച്ചിട്ട് സെക്സ് ചെയ്യാൻ പോകുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത് തന്നെ എനിക്ക് ഇങ്ങനെയൊന്നും പോവാതെ എനിക്ക് മാന്യമായിട്ട് പഠിപ്പിച്ച് എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ എനിക്ക് പരിപാടിക്ക് പോയ പോരെ. പിന്നെ വൈബ്രേറ്റർ സെക്സിനെ പറ്റിയൊക്കെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് എല്ലാ ഇവള് പഠിപ്പിക്കുന്ന കോളേജിലെ പിള്ളേരുടെ അവസ്ഥ ആലോചിക്കുമ്പോ ഇല്ല സ്കൂളിലെ പിള്ളേരുടെ അവസ്ഥ ആലോചിക്കുമ്പോ ത്തും നടക്കുന്ന ഒരു കാര്യമാണ്. അത് ഫീമെയിൽ ബോഡിയുടെ ഓട്ടോണമി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിനെപ്പറ്റി പറയുന്നതുകൊണ്ട് സ്ത്രീയുടെ സെക്ഷുവാലിറ്റിനെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട് ഒരാൾ വെടിയാകുന്നില്ല. അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അറിവ് എന്ന് പറയുന്നത്. സൈബർ ബുള്ളിങ് വരുമെന്ന് പേടിച്ച ഒരാൾ ആത്മഹത്യ ചെയ്ത് കാരണം വേറൊരു പെൺകുട്ടിനെ സൈബർ ബുള്ളി ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നു. അതിനെതിരെ ഞാൻ പറയുന്നു, ആ പെണ്ണിനെ സൈബർ ബുള്ളി ചെയ്യരുത്, ആ പെണ്ണ് ആത്മഹത്യ ചെയ്യാൻ എന്ത് സംഭവിക്കുന്നു? അപ്പൊ നിങ്ങളെല്ലാം കൂടെ എന്നെ സൈബർ ബുള്ളി ചെയ്യുന്നു. ഇതെന്താണ് ഇവിടെ വ്യത്യാസമുള്ളത്? പിന്നെ കാലാകാലങ്ങളായിട്ട് ഇവിടെ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപ്പം ദീപക് എന്ന് പറഞ്ഞ പുള്ളി മരിച്ചതിന് നിങ്ങൾക്ക് ഒരു വേദനയില്ലേ? നിങ്ങൾ പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ പുള്ളിക്കാരൻ ചത്തതിൽ നന്നെന്നും പറഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് വലിയതൊന്നും ഇല്ലായിരിക്കും അല്ലേ? ഇവിടെ ചാവുന്നതിനാണ് നിങ്ങൾക്ക് പ്രശ്നം. അവള് ചത്ത ഒരു മാങ്ങാത്തരും ഇല്ല. ആദ്യം അത് മനസ്സിലാക്കിക്കോ. അവള് ചത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കോപ്പും ഇല്ല. ഒരുത്തനെ കൊലയ്ക്ക് കൊടുത്തിട്ടല്ലോ അവള് ചത്തോട്ടെ, കുഴപ്പമില്ല, സഹിച്ചു കേരളം. കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോകുന്ന പെൺപിള്ളേർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനം, ഈ ബസ്സുകളിൽ നടക്കുന്ന പീഡനം, അതെങ്ങനെയാണ് കണ്ടില്ല എന്ന് അടിക്കാൻ വേണ്ടി പറ്റുന്നത്? ഈ നിങ്ങളുടെ വീട്ടിലും ഈ സ്ത്രീകളൊക്കെ ഇല്ലേ? അപ്പൊ അവർക്ക് ഈ നിങ്ങളുടെ വളർന്നു വരുന്ന പിള്ളേരൊക്കെ ബസ്സിൽ ട്രാവൽ ചെയ്യേണ്ട ആൾക്കാരല്ലേ? ബസ്സിൽ നടക്കുന്ന പീഡനമായിക്കോട്ടെ, ബാക്കി എവിടെ നടക്കുന്ന പീഡനമായിക്കോട്ടെ, ഒരാണും അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാറില്ല. മനസ്സിലായില്ലേ? എന്ന് വെച്ച് ഇതുപോലെ ഫേക്ക് ആയിട്ട് വരുന്നതും ഞങ്ങള് അയ്യോ ആ പെണ്ണിന് അങ്ങനെ സംഭവിച്ചോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണോ? ആ പെണ്ണ് സപ്പോർട്ട് ചെയ്യണോ? അതോ ഒരു തെറ്റും ചെയ്യാതെ ആത്മഹത്യ ചെയ്ത അയാളെ സപ്പോർട്ട് ചെയ്യണോ? നീ ചെയ്യേണ്ടത് അയാളെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതായിരുന്നു. നിനക്ക് അതിന് പോലും കഴിവില്ലെങ്കിൽ നീയൊക്കെ പോയി തൂങ്ങിച്ചത്തോ. അതാ നിനക്കൊക്കെ നല്ലത്. അവളൊരു ഫെമിനിസ്റ്റ്. എന്റെ വീട്ടിൽ പെങ്ങളുണ്ട്, എന്റെ വീട്ടിൽ അമ്മയുണ്ട്, എനിക്ക് കസിൻ പെങ്ങളും ഉണ്ട്, കുടുംബക്കാരുമായിട്ടുള്ള ഇഷ്ടം പോലെ പെമ്പിള്ളേരുണ്ട്, കൂട്ടുകാരുകളുണ്ട്. എന്ന് വെച്ചിട്ട് എനിക്ക് ഒരു സഹോദരനുണ്ട്, ഒരു അച്ഛനുണ്ട്. അതുകൊണ്ട് ഇതുപോലത്തെ പരിപാടിക്കൊന്നും നിക്കില്ല ഞങ്ങൾ. മനസ്സിലായില്ലേ? അതന്നെ ഞങ്ങൾക്കും പറയണേ, ഞങ്ങൾക്കും ബസ്സിൽ പോകണ്ടേ? ഞങ്ങൾ ബസ്സിൽ പോകുമ്പോൾ നാളെ ഒരുത്തി വീഡിയോ എടുക്കുകയാണ്, ഞങ്ങൾ ഒരു തെറ്റും ചെയ്യാറുണ്ട്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെ പോലുള്ളവർ എന്ത് ചെയ്യും? പറയൂ. ട്രാവൽ ചെയ്യുമ്പോൾ ഒത്തിരി അതൊക്കെ റിയൽ ആയിട്ടുള്ള അസോൾട്ട് ആണ്, നമുക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. അതിന്റെ അടിയിൽ എന്തൊക്കെ കമന്റ് ആണ് വരുന്നത്? എന്നോട് ഇന്നലെ അരുണമ വിളിച്ചിട്ട് പറഞ്ഞു ഇനി ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഞാൻ വീഡിയോ ഇടത്തില്ലെന്ന്. കാരണം എന്താ? അപ്പൊ വേടനെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ഇവിടെ ചിലക്കരുത്. നിങ്ങൾ വാ പൂട്ടിയിരുന്നോളൂ. നിങ്ങളുടെ വായിൽ വല്ല തുണിയോ എന്തെങ്കിലും കുത്തിക്കെറ്റി വെച്ചോ, അതാ നിങ്ങൾക്ക് നല്ലത്. അത്രയും ലോകത്തിന് എക്സ്പോഷർ ഉള്ള ഒരാളാണ് അരുണിമ എന്ന് പറയുന്നത്. അവൾ വരെ പറയുവാണ് ഞാൻ ഈ വീഡിയോ ഇടത്തില്ലെന്ന്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ സ്ത്രീകളെ സൈലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള. നിങ്ങൾ വീഡിയോ എടുത്താൽ ആദ്യം കൊണ്ട് സോഷ്യൽ മീഡിയ കൊണ്ടുതട്ടും. നിങ്ങൾ തെളിവിനെടുക്കുന്നെങ്കിൽ കൊണ്ട് ആദ്യം കേസ് കൊടുക്കുക. കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോകും. പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ തെളിവ് നിങ്ങൾക്ക് സത്യസന്ധമാണെന്ന് കണ്ടാൽ മാത്രം നിങ്ങൾ പോസ്റ്റ് ചെയ്യും. ഇപ്പൊ എന്തിനാ അവള് പേടിച്ചോടി ഒളിച്ചിരിക്കുന്നത്? അവളുടെ ഭാഗത്തൊരു തെറ്റില്ലെങ്കിൽ കോണയടിക്കുന്നോ? നാളെ നിങ്ങളുടെ വീട്ടിൽ വന്ന ആൾക്കാർക്ക് ഈ സെയിം ഒരു അനുഭവം വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അതാ പ്രശ്നം. നാളെ എനിക്കോ ഇല്ലെങ്കിൽ എന്റെ കുടുംബത്തിലുള്ളവർക്കോ ആർക്കെങ്കിലും ഈ ഒരു അവസ്ഥ ഉണ്ടാകും. അവരും പോയി തൂങ്ങിച്ചാവണമെന്നാണോ ചേച്ചി പറഞ്ഞു വരുന്നത്? ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാ സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ തന്നെ പറ. നിങ്ങളുടെ ഭാഗത്ത് ഒരു പെണ്ണിന് ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ നിൽക്കാറില്ലേ? നിങ്ങൾ ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കാറില്ലേ? ഇതുപോലെ ഫേക്ക് ആയിട്ട് വരുന്നതിന്റെ കൂടെ നിൽക്കണം എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? താഴെ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് പറയണ ഗൈസ്. നിങ്ങൾ പറ, ഇവളെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറ. നിരപരാധിയായി ഒരുത്തരെ കൊന്നു. നിരപരാധിയാണെന്ന് അയാൾ പറയാൻ വേണ്ടി സോഷ്യൽ മീഡിയ ആണോ വിധിക്കുന്നത്? ആ പെൺകുട്ടി കംപ്ലൈന്റ് ചെയ്തില്ല, അതൊക്കെ ശരി തന്നെയാണ്, അതൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷെ നിരപരാധിയാണെന്ന് വിധിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയക്ക് എന്താ അധികാരമുള്ളത്? അപ്പൊ സോഷ്യൽ മീഡിയ ആണോ ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തേണ്ടത്? പിന്നെ എന്ത് തൊലിക്കാൻ അവളെടുത്ത് വീഡിയോ അങ്ങെടുത്ത് തൊലിച്ചിട്ടത്? നിങ്ങൾ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ പിന്നെ എന്തിനാ നിങ്ങൾ വീഡിയോ കൊണ്ടിടുന്നത്?
സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് നിങ്ങളുടേതായ രീതിയിലുള്ള കണ്ടന്റ് ഇടുക, അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതവും വെച്ചിട്ടല്ല ഇടേണ്ടത്. നിങ്ങളുടെ മേത്ത് ആരെങ്കിലും തൊട്ടുണ്ടോ, നിങ്ങൾ തെളിവിനായി നിങ്ങൾ വീഡിയോ എടുക്കുക, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പോലീസ് കൊണ്ട് കാണിച്ചു കൊടുക്കുക, ഇതുപോലെ ഞങ്ങളെ ഇതാക്കി, ഇല്ല അയാളുടെ കുടുംബത്തിൽ പോയി കാണിച്ചു കൊടുക്കുക. സോഷ്യൽ മീഡിയ കൊണ്ടിട്ടിട്ട് തൊലിക്കും നിങ്ങള്. അയാൾ ചെയ്തോ ചെയ്തില്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല. അങ്ങനെ വേണമെങ്കിൽ പറയാം. 50-50 ചാൻസ് ആണ് ചെയ്തോ ഇല്ലേ എന്നുള്ളത്. നമ്മള് ആ വീഡിയോ കണ്ട എല്ലാ മനുഷ്യനും അറിയാം നിന്നെ പോലെ മരപ്പോത്തല്ല. നീ പഠിപ്പിക്കാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, നീ ടീച്ചറെ ആരാന്ന് എനിക്കറിഞ്ഞൂടാ. ദൈവത്തെ ഓർത്ത് നീ അത് രാജിവെച്ച് നീ വീട്ടിൽ കുത്തിയിരുന്ന് വല്ല കഞ്ഞിയും കറിയും വെക്ക്, അതാ നിനക്ക് നല്ലത്. നോട്ടം കൊണ്ട് വരെ സ്ത്രീകൾ അനുഭവിക്കുന്ന കാലമാണിത്. അതായത് ഞാൻ ട്രെയിനിൽ പോയപ്പോൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ അവന്മാർ ഇങ്ങനെ ഇങ്ങനെ നോക്കും, ഇങ്ങനെ സ്കാൻ ചെയ്യും. നമ്മൾ എത്ര കംഫർട്ടബിൾ അല്ലാതായി മാറുമെന്നറിയാവോ? നീ അനുഭവിച്ചില്ലെങ്കിൽ നോട്ടം കൊണ്ട് വരെ. അപ്പം നമ്മൾ അത് വീഡിയോ എടുക്കുമ്പോൾ അവന്റെ നോട്ടം അതിനെ ഏഴെങ്കിലും ഒരു പരിശോധിച്ച് ചെയ്യാൻ പറ്റുമോ? പിന്നെ എല്ലാരും എനിക്കിതിൽ റിയാക്ട് ചെയ്ത വീഡിയോ, ഇയാളുടെ മരണം അറിഞ്ഞപ്പോൾ ഞാൻ നന്നായി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഗ്ലാൻസിൽ കാണുന്ന ലൈംഗിക അതിക്രമം നടത്തിയ ഒരാൾ മരിച്ചു എന്നാണ്. എനിക്ക് അതപ്പോൾ സന്തോഷം തോന്നി. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈംഗിക അതിക്രമം നടന്ന ഒരാളാണല്ലോ. അപ്പം നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ നീതിപീഠത്തിൽ നിന്ന് നമുക്ക് നീതി കിട്ടുന്നില്ല. അങ്ങനെയെങ്കിലും ഒരു നീതി കിട്ടിയല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഞാനൊരു പോസ്റ്റ് ഇട്ടു, എന്നിട്ട് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പോയി, ക്ലാസ്സിൽ പോയി. പിന്നെ ഞാൻ കുറെ നേരം കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോഴാണ് ഇത് അറിയുന്നത്. ഓ, ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. രണ്ടാമത്തെ കാര്യം, ഞാൻ പിന്നീടാണ് എന്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചു പറയുന്നത്, ഇത് കാണുമ്പം അവരുടെ അച്ഛനും അമ്മയ്ക്കും അവരുടെ വീട്ടുകാർക്കും എന്തായിരിക്കും അവർക്ക് തോന്നുക, അവർക്ക് വിഷമം ഉണ്ടാവൂലേന്ന്. അവരെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക്. ശരിയാണ്, അയാൾ മരിച്ചു, ഇനി അയാളെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ പെണ്ണിനെ മാത്രമേ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു പെണ്ണിന് സൈബർ ബുള്ളിങ് കേൾക്കാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവരുടെ വീട്ടുകാർക്ക് എന്ത് ഇതാക്കുമെന്ന് വിചാരിച്ച് ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. അപ്പൊ ഇതാണ് ഇതിനകത്തുള്ള നിങ്ങൾ എന്നെ റിയാക്ട് ചെയ്യുന്ന വീഡിയോയുടെ സത്യാവസ്ഥ. നിന്നെ സപ്പോർട്ട് ചെയ്യാത്തതിന്റെ കാര്യം എന്താണെന്നറിയോ? നിനക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലാണ്ട് നീ വള്ളി പിടിക്കുന്നതുകൊണ്ടല്ല. നിനക്ക് ഇത്രയെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ നീ പഠിപ്പിക്കുന്ന കോളേജിൽ പിള്ളേരുടെ അവസ്ഥ എനിക്ക് സത്യമായിട്ട് അറിഞ്ഞൂടാ. ഇതിന്റെയൊക്കെ ക്ലാസ് നീയൊക്കെ എങ്ങനെ നീ വേണ്ടന്റെ കാര്യത്തില് അവന് അനുകൂലമായിട്ട് നിന്നപ്പോഴേ നിന്റെ എല്ലാം നീ പോയി, നിന്റെ ആ ഭാഗത്തേ പോയി. അവൻ തെറ്റ് ചെയ്തില്ല, ഇല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്ത് നിന്ന നീ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ നിൽക്കരുത്. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഇങ്ങനെയുള്ളതിനോടൊക്കെ എന്താ പറയാ, എൻ്റെ അമ്മ എന്തോ വലിയ വീഡിയോ ആയിരുന്നറിയോ, ഭയങ്കര എന്താ അങ്ങ് വിരക് കടന്നിട്ടവള്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് പ്രതികരിക്കണോ, നിങ്ങൾ പ്രതികരിച്ചോ, പ്രതികരിക്കണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഇതുപോലത്തെ തെറ്റുകൾ കാണുമ്പോൾ തെറ്റ് ചെയ്തവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ സംസാരം നിർത്തിയാൽ നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ തെറ്റ് ചെയ്തോ, തെറ്റ് ചെയ്ത ആളെ സപ്പോർട്ട് ചെയ്യാതെ മാന്യമായ രീതിയിൽ മാന്യമായി സംസാരിച്ചാൽ നിങ്ങൾക്കും ആ മാന്യത ലഭിക്കും. മനസ്സിലായില്ലേ? ഇന്ന് കേരളത്തിലെ 3% ആൾക്കാർക്കും അറിയാം ഈ പിശാച് തെറ്റുകാരിയാണ്, അവൾ മനഃപൂർവ്വം അവനെ കുടുക്കി റീച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചതാണെന്ന് എല്ലാ മനുഷ്യനും അറിയാം. എന്നിട്ടും അവളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന നിങ്ങളുടെ മനക്കരുത്ത് കണ്ടോ, ശാർദിക്കാൻ വരുമായിരുന്നു. സാല്യൂട്ട്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം, ദൈവത്തെ ഓർത്ത് അവളെ സപ്പോർട്ട് ചെയ്യരുത്. ഇത് മുസ്ലിം ലീഗിന്റെ എന്തോ ആണെന്നൊക്കെയാണ് പറയുന്നത്. ദൈവത്തെ ഓർത്ത് ഇതിനകത്ത് പാർട്ടിയോ ഇല്ലെങ്കിൽ മതമോ ഒന്നും കുത്തിക്കയറ്റരുത്. ദൈവത്തെ ഓർത്ത് നിയമത്തിന് അവളെ വിട്ടുകൊടുക്കുക, നിയമം അവളെ ശിക്ഷിക്കട്ടെ. പാവം ഒരു മനുഷ്യന്റെ നീതിക്ക് വേണ്ടിയിട്ടാണ്. ദൈവത്തെ ഓർത്ത് അവൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ട്, എവിടെയെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് പോലീസിനെ അറിയിച്ച് അവളെ ജയിലിലേക്ക് അയച്ച് പറ്റുവാണ് ആ തൂക്കുമരത്തിലേക്ക് അങ്ങ് കയറ്റി വിടുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇനിയും എന്താ പറയാ, ഒരുപാട് ചെയ്യണമെന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കാണുന്നുണ്ട്. ചില തന്തയില്ലാത്തവന്മാരൊക്കെ എന്താ പറയാ പുള്ളിക്കെതിരെ വരുന്നവരും തന്തയില്ലാത്തവരെന്ന് പറയുന്നോണ്ട് വേറെ ഒന്നും വിചാരിക്കരുത് ശ്രീലക്ഷ്മി ചേച്ചി. ഇങ്ങനെയുള്ളവർ അതേ പറയാൻ പറ്റൂ. കാരണം ഒരു മനുഷ്യനായി കാണാൻ പറ്റാത്ത ഇവനെയൊക്കെ അതേ പറ്റൂ. അപ്പൊ ശരി, പോട്ടെ, ടാറ്റ.